മാണി സി കാപ്പനെതിരെ പാലായിൽ പടനീക്കം ശക്തം. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാ കാലത്തും UDFന് ശാപമായി വരുന്നത് സ്ഥാനാർത്ഥികളുടെ ബാഹുല്യമാണ്. ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പറഞ്ഞതുപോലെ ഇത്തവണ പാലായിൽ നിന്നുമാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത്. പാലാ MLA മാണി സി കാപ്പനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പനാണ് എന്നതാണ് UDFനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. മാണി സി കാപ്പന്റെ വിജയത്തിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്ന ഡിജോ കാപ്പൻ മാണി സി കാപ്പനുമായി അകന്നത് 1 വർഷം മുൻപാണ്. കാപ്പന്റെ ഇലക്ഷൻ കമ്മിറ്റിയിലെ പ്രമുഖരെയെല്ലാം ഡിജോ കാപ്പനെ അനുകൂലിക്കുന്നവരാണ് എന്നതും ഈ നീക്കങ്ങൾക്ക് ശക്തി പകരുന്നു. മാണി സി കാപ്പൻ പാലായിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടും ശ്രദ്ധിക്കാത്തതും നിയമസഭാ സമ്മേളനങ്ങളിൽ പോലും കാര്യമായി പങ്കെടുക്കാത്തതും അടിക്കടി ഉണ്ടാക്കുന്ന സാമ്പത്തിക തിരിമറി കേസുകളും വണ്ടിച്ചെക്ക് കേസുകളും ചൂണ്ടിക്കാട്ടിയാണ് പൊതുപ്രവർത്തകൻ കൂടിയായ ഡിജോ കാപ്പൻ രംഗത്ത് വന്നിരിക്കുന്നത്. പാലായിൽ MLAയെ കാണാനില്ല എന്ന അവസ്ഥയുണ്ടെന്നും MLA എന്ന നിലയിൽ കാപ്പൻ ദയനീയ പരാജയമാണെന്നും ഡിജോ കാപ്പൻ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ചാനലുകളുടെ മൈക്ക് കാണുമ്പോൾ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറയുന്നതല്ലാതെ ഏതെങ്കിലും കാര്യത്തിന് ജനങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ടോ എന്നും പാലായിൽ നിന്ന് ജയിച്ചു എന്ന് വീമ്പിളക്കുന്നതിന് മുൻപ് എങ്ങനെ ജയിച്ചു എന്ന് മനസ്സിലാക്കണമെന്നുമാണ് ഡിജോ കാപ്പൻ വിഭാഗം പറയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും ജയിച്ചാൽ കാപ്പൻ മന്ത്രിയാകുമെന്നും വിശ്വസിച്ച ക്രൈസ്തവ സഭാ നേതൃത്വം വരെ മാണി സി കാപ്പൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ആഭാസകരമായ വാർത്തകൾ പടച്ചുവിട്ടതും ചെർപ്പുങ്കൽ മാർ സ്ലീവ മെഡിസിറ്റിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തിയതും അന്ന് മാണി സി കാപ്പന് വേണ്ടി പ്രവർത്തിച്ച പാൽക്കാരൻ പാല കലയന്താനി കാഴ്ചകൾ പോലുള്ള ഫേസ്ബുക്ക് പേജുകളായിരുന്നെന്ന് സഭാ നേതൃത്വത്തിന് മനസ്സിലാകുകയും ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് MLAയോട് സഭാ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സഭയ്ക്കെതിരെയും പാലാ മെഡിസിറ്റിക്കെതിരെയും വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന കാര്യത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നേതാവും ജോസഫ് ഗ്രൂപ്പ് നേതാവും നടത്തുന്ന ഈ ചാനലുകൾ ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡിജോ കാപ്പൻ പറയുന്നത് ഇത്തരം ചാനലിന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ തനിക്ക് ജയിക്കാനാകുമെന്നാണ്. ജോസ് കെ മാണി പാലായിൽ കൊണ്ടുവന്ന IIT പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെയാണ് എന്ന പ്രസ്താവന പാലായിലെ ജനങ്ങളോട് തന്നെയുള്ള വെല്ലുവിളിയായി മാറുമെന്ന് ഡിജോ കാപ്പൻ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. സയൻസ് സിറ്റി പോലുള്ള വൻ പദ്ധതികൾ കൊണ്ടുവന്ന ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ ഇനി മാണി സി കാപ്പൻ ആകില്ല എന്നും ഈ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല ഇലക്ഷനിലും മാണി സി കാപ്പനോടൊപ്പം മുൻപ് പ്രവർത്തിച്ചിരുന്ന നിരവധി ഇടതുപക്ഷ പ്രവർത്തകർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കാപ്പന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. അതാണ് കാപ്പന്റെ വിജയത്തിന് വഴി തെളിച്ചതും. എന്നാൽ കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് M സ്വരാജ് തോൽക്കുമെന്ന പ്രസ്താവന ഇറക്കി UDFകാരെ സുഖിപ്പിച്ച കാപ്പന്റെ നിലപാടിൽ പാലായിലെ ഇടത് പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനി കാപ്പനെ നിർത്തിയാൽ ഇടതുപക്ഷത്തിന്റെ ഒറ്റ വോട്ട് പോലും കാപ്പന് കിട്ടുകയില്ല എന്നും ഡിജോ കാപ്പൻ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ഡിജോ കാപ്പന്റെ ഈ നീക്കത്തിനു പിന്നിൽ മാണി സി കാപ്പന്റെ രാഷ്ട്രീയ എതിരാളിയും കോൺഗ്രസ് നേതാവുമായ ജോസഫ് വാഴക്കന്റെ ആശീർവാദമുണ്ട് എന്നാണ് അറിയുന്നത്. ഡിജോ കാപ്പൻ ഒരു തവണ മത്സരിക്കുക, അതിനുശേഷം പാലായിൽ താൻ മത്സരിക്കുക എന്ന കരാറുണ്ടെന്നും രാമപുരത്തുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. കാലങ്ങളായി പാലായിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ ആഗ്രഹിക്കുന്ന ജോസഫ് വാഴക്കന്റെ ആഗ്രഹം സഫലമാകുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. എന്തായാലും UDF സീറ്റ് വിഭജനം പാലായിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്ന് ഉറപ്പായി കഴിഞ്ഞു.